The seed of mission planted in Devala is now a blooming tree. Here's the journey of Sisters of Mercy of the Holy Cross in Devala Mission. The Nilgiris, located at a tri-junction of Tamil Nadu, Kerala and Karnataka, is India's first biosphere. With its unique biodiversity, Nilgiris present a truly breathtaking visual and soul-stirring experience. It is to be missionaries here, Cardinal Anthony Padiyara, the then Bishop of Ooty, invited the Holy Cross Sisters on 2nd February 1971. Mr. Krishnan and Mr. Benedict were the earliest associates of the Pioneer Sisters. When the Sisters of Mercy of the Holy Cross arrived in Devala, they assisted the sisters in their pastoral, health and social ministries. We are fortunate to listen to Mr. Krishnan and Mr. Benedict about their first-hand experiences with the Pioneer Sisters and the earliest memories of the mission of the Holy Cross Sisters in Devala. 1971 Holy Cross Sisters ഇവിടെ വരുന്നത്. ഊട്ടി രൂപതയിൽ ആദ്യത്തെ ബിഷപ്പാണ് ആന്റണി പടിയറ. ആദ്യത്തെ ബിഷപ്പാണ്. ആദ്യം മൈസൂർ രൂപതയായിരുന്നു, പിന്നെ ഊട്ടി രൂപതയായപ്പോൾ ആന്റണി പടിയറയാണ് അവിടെ ആദ്യത്തെ ബിഷപ്പ്. അപ്പോഴാണ് ഈ 1969 ഇവിടെ ഇടവ തുടങ്ങി ഇവിടെ ഒരു വൈദികം വന്നത്. ആ അച്ഛനാണ് ഫാദർ ജോസഫ് പുതുക്കുളങ്ങര. ആ അച്ഛന്റെയും ഈ ബിഷപ്പിന്റെയും ദേഹാന്ത പരിശ്രമം കൊണ്ടാണ് ഈ സിസ്റ്റേഴ്സ് ഇവിടെ വരാൻ കാരണം. അങ്ങനെ അവര് പരിശ്രമം മൂലമാണ് ഇവിടെ സിസ്റ്റേഴ്സ് വന്നത്. സിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും വളരെ ഒരു സന്തോഷത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു. സിസ്റ്റേഴ്സ് ഇവിടെ വരുന്നത് രാത്രി 12 മണിക്കാണ്. അന്ന് ഇവിടെ പഴയ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, ജോസഫ് അച്ഛൻ എന്ന് പറയുന്ന അച്ഛൻ ഉണ്ടായിരുന്നു. Responding to it with fervor, Sisters Maria Goretti Milani and Leticia reached Devala. അപ്പോൾ രണ്ട് സിസ്റ്റേഴ്സ് ആണ് ആദ്യം ഇവിടെ തുടങ്ങുന്നത്. മരിയ ഗൊരെറ്റി സിസ്റ്റർ വന്നിട്ട് ഈ ഡിസ്പെൻസറി മരുന്ന് കൊടുക്കുക ഇങ്ങനത്തെ സേവനങ്ങൾ സുപ്പീരിയറുമായിരുന്നു. Devala at that time was inhabited by families of different tribes and some Tamil and Malayali families. അപ്പോൾ ആ കാലത്ത് ഇവിടെ ദേവാല, കരിയേശ്വര, നാടുകണി, മരപ്പാലം, പുളിയമ്പാറ ഈ സ്ഥലമൊക്കെ ഇതിന്റെ സബ്സ്റ്റേഷനുകളാണെങ്കിലും ഈ ഇടവയിൽ ഇവിടെ ഇരുന്നവരെല്ലാം പള്ളിക്ക് വന്നെങ്കിലും ഇത്രയും സ്ഥലത്തുകൂടി ഒരു 30 കുടുംബം ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നു. അന്ന് ഈ 1971 30 കുടുംബം ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം കൂടി. പക്ഷെ ദേവാല ഗ്രാമത്തിൽ പിന്നെ ഹിന്ദുക്കൾ, മുസ്ലിംസ്, ആദിവാസികൾ ഇവരെല്ലാം ചേർന്ന് ഒരു 160 കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പരസ്പരം ഞങ്ങളെ എല്ലാ കുടുംബങ്ങളായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവര് ഞങ്ങളെ അറിയും, ഞങ്ങൾ അവരെ കുറഞ്ഞ കുടുംബങ്ങളല്ലേ ഉള്ളൂ. ആ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ ഈ സിസ്റ്റേഴ്സ് വരുന്നത്. These pioneer sisters ventured to work among the rejected tribal people. As the sisters began to visit the tribal families as never done before, the children at their side disappeared with fear, and even the elders seemed very hesitant. The sisters persisted in their approach. The people then came to the sisters for their medical and other needs. അതേപോലെ ആദിവാസികളുടെ വീടുകളിൽ പോയി അവരെ ഇങ്ങനെ അവർക്കൊന്നും തീരെ ഇങ്ങനെ സിസ്റ്റേഴ്സിനൊന്നും കണ്ടു പരിചയമില്ലല്ലോ. അവരെയൊക്കെ വളരെ കോപ്പറേഷൻ ചെയ്ത് ഇവിടെ നിന്ന് ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഇവിടുന്ന് പുളിയമ്പാറയൊക്കെ അവിടെ ഒരു സ്ഥലങ്ങളുണ്ട്, ഈ പിന്നെ ഒരു ഇരുളടഞ്ഞ സ്ഥലമാണ്. അവിടെ വെറും പണിയേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് അത് സിസ്റ്റർ ഡെന്നീസിന്റെ കാലത്തൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. എന്താ വെച്ചാൽ ഞങ്ങൾ പോയി അവർ ഇന്ന സ്ഥലത്തുണ്ട് പറഞ്ഞപ്പോ അവിടെ ഭയങ്കര ഗ്രാമമാര്. ഞങ്ങൾ തന്നെ അതിന് മുമ്പ് കണ്ടിട്ടില്ല, എന്നാലും ഞങ്ങൾക്ക് അറിയാം എന്ന സ്ഥലത്തുണ്ട്. ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവരെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് വേണ്ടതായ ആടുകളെ മേടിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് അങ്ങനെ എല്ലാം വളർന്നു വലുതായി എല്ലാം തന്നെ നല്ല രീതിയിലൂടെ എത്തിച്ചത് ഈ സിസ്റ്റേഴ്സ് ആണ്. The sisters then set up a dispensary, a pressing need of the place. ഒത്തിരിയായിട്ടെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ആസ്പത്രി കെട്ടണം അന്ന് ഇല്ല. ഇതുപോലെ ചെറിയ ഒരു വീടാണ്, ഓടിട്ട് ചെറിയൊരു വീടാണ് അന്ന് ഉണ്ടായിരുന്നത്.
ഏകദേശം ഒരു 4 റൂമുള്ള ചെറിയൊരു വീടാണ്. ആ വീട് വാങ്ങി, ആ പള്ളി ആ വീട് വാങ്ങി ഇവിടെ മേപ്പാടി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ കൈവശമായിരുന്നു ആ വീട് സിസ്റ്റേഴ്സിന് വേണ്ടി വിലക്കെടുത്തു. ഇപ്പോൾ ആസ്പത്രിയിലുള്ള അതേ സ്ഥലത്ത്, സിസ്റ്റേഴ്സിന്റെ ഹോസ്പിറ്റലിലുള്ള അതേ സ്ഥലത്ത്, ആ വീട്ടിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. സിസ്റ്റേഴ്സ് ഇവിടെ ആദ്യമായിട്ട് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു സേവനം ആണ് സിസ്റ്റേഴ്സ് ആദ്യമായിട്ട് തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു. ദേവാല ഗ്രാമത്തിൽ ഒന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇവിടുന്ന് പന്തല്ലൂർ വരയ്ക്ക് നടന്നു പോകണം. ഒരാൾക്ക് അസുഖമാണെങ്കിൽ പന്തല്ലൂർക്ക് ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകണം. വാഹന സൗകര്യം ഇല്ല. 3 ബസ് ദേവാലയ്ക്കുള്ളൂ. അത്രയ്ക്ക് റോഡ് സൗകര്യം വഴി സൗകര്യം ഒക്കെ ഉള്ളു. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. I'm Sister Raphael here to share few informations about our Holy Cross Health Center in Devala at present. Our Holy Cross Health Center is registered under Tamil Nadu Clinical Establishments to provide service under allopathic system of medicine. It is valid up to 5 years. It can be renewed again. We are glad for this availability of provision to continue our mission in Devala. It is a challenge for us at this time of our existence, where we have a primary health center in Devala town, about 3 medical stores with arrangement of doctors throughout the day. അത് അന്ന് ഇവിടെ മെയിൻ റോഡ് അല്ലാതെ, നമ്മുടെ ഊട്ടി കാലിക്കറ്റ് മെയിൻ റോഡ് അല്ലാതെ ബാക്കിയുള്ളത് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇന്ന് റോഡിലല്ലേ ഞങ്ങൾ വന്നത്, അന്നൊക്കെ വെറും വയൽ വരമ്പുകളായി. മറ്റേതൊക്കെ ഈ വളവിന്റെ ഒക്കെ പോകുന്നത് ഈ ഒറ്റയടിപ്പാണ്. അങ്ങനെ അല്ലാണ്ട് വേറെ റോഡുകളോ യാതൊരു സൗകര്യങ്ങളും ഇല്ല ഈ നാട്ടിൽ ഇല്ല. പിന്നെ ഇവിടെ 4 ചക്ര വാഹനങ്ങളോ അല്ലെങ്കിൽ 2 ചക്ര വാഹനങ്ങളോ ഒരു സൈക്കിൾ പോലും ഇല്ലാത്തൊരു ഗ്രാമമായിരുന്നു. കാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വാഹനങ്ങളില്ലാത്ത സ്ഥലമല്ലേ, അന്ന് സിസ്റ്റേഴ്സിനൊരു വാഹനം ലഭിച്ചു. 4 ചക്രമുള്ള ഒരു വാഹനം, സ്റ്റാൻഡേർഡ് 20. അപ്പോ അത് കിട്ടിയ പിന്നെ സിസ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഞായറാഴ്ചകളിൽ സബ് സ്റ്റേഷനിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇവരുടെ വാഹനത്തിൽ അച്ഛനെയും കൊണ്ടുപോകും. അച്ഛനെ കൊണ്ടുപോയിട്ട് അവിടെ ഉള്ളവർക്ക് മരുന്നുകൾ കൊടുക്കും. അവർ പിന്നെ ഇത് കൂടാതെ ബിതിർക്കാട് അവിടെ പോകുമായിരുന്നു. അതുകൂടാതെ മസനഗുഡിയിൽ പോയിട്ടും മരുന്നുകൾ കൊടുക്കുകയും അവർക്ക് വേണ്ടതായ സേവനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് ഈ വാഹനം കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പൊ എല്ലായിടത്തും പോകും. Our people have more knowledge and more conscious of the health and illness. People expect to be seen by physician immediately, the diagnosis and the treatment, which is their right. We are aware and we are trying to give best care possible with our dealings. We have a lab with a lab technician and a doctor and its staff and Sister Lucy along with me. അതുകൂടാതെ ഈ രാത്രി കാലങ്ങളിൽ മുൻപ് ഈ വാഹനങ്ങൾ വരുന്നതിന് മുമ്പും റോഡും ഇല്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ അട്ടി പോലെ 3-4 കിലോമീറ്റർ ദൂരത്ത് സിസ്റ്റേഴ്സിനെ വന്ന് രാത്രിയോ പകലോ മഞ്ഞോ മഴയോ തണുപ്പോ, അന്നൊക്കെ കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടങ്ങളാണെങ്കിലും രാത്രി പോയി നമ്മൾ വിളിക്കുന്ന സിസ്റ്റർ ഇങ്ങനെ രോഗിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രസവിക്കാനായ സ്ത്രീനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആ രാത്രി 2 സിസ്റ്റേഴ്സും യാതൊരു ഭയവും കൂടാതെ, ഒരു പേടിയും കൂടാതെ, ഉടനെ ഒരു മടിയും കൂടാതെ അപ്പൊ തന്നെ ഞങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ ആര് വരണോ അവരൊപ്പം പോയി അവിടെ ഇരുന്ന് പ്രസവം എടുക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവര് തിരിച്ചു പോരുമായിരുന്നു. People are happy with our services. People continue to come to our health care. The cases are like cut injury, bee bite, with history of falling and accidents. We get average patients about 40 per day. We also visit bedridden patients at home and do the meal food. We also have training with volunteers to take care of the people around in the villages.
ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു. ഇവിടെ എന്താ ഇവർ വന്നത് തന്നെ വലിയൊരു അനുഗ്രഹപ്രദമായി. മറ്റേത് ഗൂഡല്ലൂർക്കും പന്തല്ലൂർക്കുമാണ് ആശുപത്രിക്ക് നടന്നു പോയി മരുന്ന് മേടിച്ചപ്പോൾ ഇവിടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ചികിത്സയും ഇന്നാണ് പ്രസവം എടുക്കരുതെന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കൂടി അന്ന് ഇവരേ ഉള്ളൂ. അതിനു മുൻപൊക്കെ വേറെ ഈ കുടുംബ സ്ത്രീകളൊക്കെ ആയിരുന്നു പ്രസവം എടുത്തിരുന്നു ഇവിടെ സിസ്റ്റേഴ്സ് വരുന്നതിന് മുമ്പ്. ഈ അന്ന് എന്തൊക്കെയെന്ന് പറയുമല്ലോ പേര്, ഇങ്ങനെ പ്രസവം എടുക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പേരൊക്കെ പറയും, അത് ഓർക്കണില്ല. അങ്ങനത്തെ ഓരോ സ്ത്രീകളെ അവസരത്തില് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസരത്തില് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് താമസിപ്പിക്കാനും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ യാതൊരു സൗകര്യവും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ ദേവാലയക്ക് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മുന്നോട്ടം ഉണ്ടായത് സിസ്റ്റർമാർ വന്നതിന് ശേഷം ആണ് എന്ന് പറയാം നമുക്ക്. പിന്നെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന പോലെയല്ല, അന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോയാൽ വലിയ പൈസയൊന്നും വാങ്ങിയിരുന്നില്ല സിസ്റ്റേഴ്സ്. ഇതൊരു സേവനമായിട്ട് അതിന്റെ ചെലവിനുള്ള കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ചെലവിനുള്ളതിന് വേണ്ടി ഒരാൾക്ക് പോയിട്ട് എന്ത് വൈദ്യസഹായം ചെയ്താലും ശരി, എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ശരി, ₹1 മേടിച്ചിരുന്നു. ഒരാൾക്ക് ₹1. സത്യാവസ്ഥയാണ് ഇത്. അന്ന് ₹1 വാങ്ങിയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും സിസ്റ്റർമാർ ആ രോഗിക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും അവർക്ക് കൊടുത്തായിരുന്നു. അതിന് മെഡിസിനുള്ള വിലയോ പാർട്ടിലുള്ള ഒരു ഇതും സിസ്റ്റേഴ്സ് വാങ്ങിയിരുന്നില്ല. We receive patients with snake bite and insect bite like bees, as they all are working in the tea garden. And the other cases also we have like cut injuries. Very often we have suturing and dressings. We are also very proud to have Dr. Sister Josephine and Dr. Sister Biji, who was with us. Both of them were working with us for 3 to 6 months. And we have our staff nurse Sheila, who is with us more than 5 years. We are very glad to let you know, and it is a great joy and contentment for us in our mission in our health center in Devala. The patients from far and near rush towards us. It is even in the night and even any time of the day we are open to them, and they have a lot of trust in us. Even in our limitation, they encourage us to do more, and this sort of experiences motivates us to give ourselves more and more, and we are very happy and glad. And we also receive the snake bite patients any time of the day, and they have much trust in the healing stone, snake stone, and we treat them. என் பேர் யசோதினி. நான் இங்கே லேப் டெக்னீஷியனாக 6 வருஷமாக வேலை செஞ்சுட்ருக்கேன். இங்கே வந்து அல்ட்ராஸில் வேலை செய்கிறதுல எனக்கு ரொம்ப சந்தோஷமாக இருக்குது. இங்கே வந்துட்டு நிறைய சுகர் பேஷண்ட் இருக்காங்க, அப்புறம் மற்ற சாதாரண டெஸ்ட்டு அந்த மாதிரி நிறைய டெஸ்ட்டுக்காக இங்கே பேஷண்ட் வந்துட்டுருக்காங்க. இங்கே வந்து ரொம்ப லாங்கில் தான் எல்லா லேபுமே இருக்குது, கூடலூர், பந்தலூர், பத்தேரி அந்த மாதிரி. அதனால் இங்கே நம்பிக்கையாக நிறைய பேஷண்ட்ஸ் வர்றாங்க, நிறைய டெஸ்ட்டுக்கு வந்துட்டுருக்காங்க. இந்த ஆல்ட்ராஸ் மேலே நம்பிக்கை வச்சு நிறைய பேர் வர்றாங்க. அவங்களுக்கு சேவை செய்கிறதுல எங்களுக்கும் ஒரு மகிழ்ச்சியாக இருக்குது. காலமாக 1972ஆம் ஆண்டு முதல் இன்று வரை மக்கள் பணியில் சிறந்து விளங்குகின்ற ஒரு நிறுவனமாக இருக்கிறது. நான் இந்த நிறுவனத்தில் 1982ஆம் ஆண்டு முதல் 1990ஆம் ஆண்டு வரையும், அதற்கு பின்பு 2010ஆம் ஆண்டு முதல் இதுவரையும் கிட்டத்தட்ட 21 வருடங்கள் இந்த மருத்துவமனையில் நான் பணியாற்றி வருகிறேன். அதில் ஒரு ஆச்சரியம் என்னவென்றால், தியாக உள்ளத்தோடு
அர்ப்பணிப்போடு தன்னுடைய பணி ஆற்றுகின்ற சிஸ்டர்களை செவிலியர்களை பார்த்து நான் பல முறை மலைப்படுத்தியிருக்கின்றேன். எந்த மாதிரி காரியங்களாக இருந்தாலும் சீர் ஒழுகுகின்ற பெண்களாக இருந்தாலும் மிகச்சிறந்த முறையில் கொஞ்சம் கூட சங்கோஜப்படாமல் தன் கைகளால் மிகச்சிறந்த முறையில் ட்ரெஸ்ஸிங் செய்து அவர்களை காப்பாற்றியிருக்கிறார்கள். விட்டு காயங்களாகட்டும் மற்றவையாகட்டும் அவர்களெல்லாம் நன்றாக சிறந்த முறை செய்திருக்கிறார்கள். எந்த சமயத்திலும் இரவு பகல் பாராது நோயாளிகளுடைய அழைப்பை ஏற்படுத்திவிட்டால் உடனடியாக வந்து மருத்துவராக என்னையும் அழைத்து அவர்களுக்கு தக்க எந்த வகையான அவசர சிகிச்சையாக இருந்தாலும் எமர்ஜென்சியாக இருந்தாலும் கூட அவற்றை முடிந்த அளவிற்கு காப்பாற்றி அளித்திருக்கின்றனர். பல்வேறு சமயங்களில் இதய நோயால் பாதிக்கப்பட்டு அட்டாக் என்று சொல்லக்கூடிய மாரடைப்பாக வருகின்ற நோயாளிகளுக்கு முதலுதவி சிகிச்சைகளை மிகச்சிறந்த கொடுத்து மற்ற உயர்ந்த மருத்துவமனைகள் அனுப்பியிருக்கிறோம். அதனால் பல்வேறு சமயங்களில் பலருடைய உயிர்கள் பாதுகாக்கப்பட்டதை அவர்களுடைய காக்கப்பட்டதை கண்கூடாக கண்டிருக்கிறோம். ஆகவேதான் இந்த 50வது ஆண்டு விழாவை கொண்டாடுகின்ற இந்த மருத்துவமனை மென்மேலும் சிறந்து தன்னுடைய 100வது ஆண்டு விழாவையும் கொண்டாட வேண்டும் என்று கூறி விடைபெறும். நன்றி, வணக்கம். As the whole world was reeling under the COVID-19 pandemic, Devala was no exception. During COVID, we took care of the post-COVID patients at home. The high-risk patients were referred on time and helped them to restore their health. Few were treated at home by us. Sisters reached out the tribal villages to bring awareness about the coronavirus, how it spreads and how one can be safe too. The people during this time struggled hard to access even the basic medicines. Sisters visited a number of villages in and around Devala to distribute the medicines. As the poor found it hard to earn their livelihood, they were forced to stay hungry. Moved by such a pathetic situation, the sisters distributed food packets. The sisters also visited many houses and provided counseling to the troubled families. Sister Theophane taught the tribal people to cultivate a small kitchen garden around their houses. She cared for these people, especially in their sickness, and persuaded them to send their children to the school. തിയോപ്പിൻ സിസ്റ്റർ ആണ് സോഷ്യൽ സർവീസ്. ജനങ്ങളെ സന്ദർശിക്കുക മാത്രമല്ല ഈ ഗർഭിണികൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് ഇതൊക്കെ കൊടുക്കുന്ന ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് വേണ്ടി ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമല്ല. അന്ന് അവര് വരുമ്പോ ഇവിടെ അവര് ഒരു വീടോതും സ്വന്തം വാസസ്ഥലം ഒന്നും ഇല്ലാതെയല്ലേ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നത്? ശ്രീലങ്കയിൽ നിന്ന് ഇവിടെ അഭയാർത്ഥികളായിട്ട് എത്തിയവർക്ക് യാതൊരു ഗതിയില്ല, താമസ സൗകര്യം ഒന്നും തന്നെ ഇല്ല. പിന്നെ അവരിവിടെ വന്ന ശ്രീലങ്കൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ നമ്മളെപ്പോലെയുള്ള ഇവിടെ പഴയ ആൾക്കാരാണ് അതിൽ മുൻഗണന എടുത്ത് നിന്നിരുന്നത്. അതിന്റെ ആ സമയത്താണ് സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ ആദ്യമായിട്ട് സിസ്റ്റേഴ്സ് വന്ന് ഇറങ്ങിയത്. പിന്നെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തയോപ്പിൻ സിസ്റ്റർ എങ്ങനെ 3 സിസ്റ്റർമാരാണ് ഇവിടെ ആദ്യമായിട്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അവസരത്തില് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസരത്തില് രാത്രി എന്നോ പകലെന്നോ നോക്കാതെ കണ്ട് സിസ്റ്റേഴ്സ് വന്നിട്ട് അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് താമസിപ്പിക്കാനും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ യാതൊരു സൗകര്യവും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ അവരുടെ കൊച്ചുങ്ങൾക്ക് കുടിക്കാനുള്ള പാല് അടക്കം പാൽപ്പൊടി, പിന്നെ അവർക്ക് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ടുള്ള പൊടികൾ എല്ലാം അത് കൊടുക്കാനും മക്കൾക്കുള്ള ഭക്ഷണത്തിലുള്ള എല്ലാ സാധനങ്ങളും സിസ്റ്റേഴ്സ്
കൊണ്ടുവന്ന് അവരുടെ വീട് വീടാന്തരം എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ചോളപ്പൊടി, പിന്നെ കൊക്കോ പൗഡർ, പിന്നെ പാൽപ്പൊടി, ഈ നുറുക്ക് ഗോതമ്പ്, പിന്നെ ഓയിൽ, സോയാബീൻ ഓയിൽ, പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഫുഡുകളൊക്കെ കൊടുക്കും. അവരെയൊക്കെ വെയിറ്റ് നോക്കും, അതൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ സിസ്റ്റേഴ്സ് തുടങ്ങി. അതിനുശേഷം ഈ ഇപ്പോൾ സിസ്റ്റേഴ്സ് അന്ന് എടുത്തിരുന്ന ആ വീടിന് തൊട്ട് തന്നെ പുറകുവശത്ത് ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടാക്കി അതിൽ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ആഴ്ച തോറും വന്ന് ഓരോരുത്തർക്കും സപ്ലൈ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഈ പാൽപ്പൊടിയും ഭക്ഷണ സാധനങ്ങളും കൊടുക്കുന്നതിന് പുറമെ അവർക്ക് കിടക്കാനുള്ള ബെഡ്ഷീറ്റ് മുതൽ കൊണ്ട് അവർക്ക് ഇടാനുള്ള വസ്ത്രങ്ങൾ മുതൽ കൊണ്ട് സിസ്റ്റേഴ്സ് എല്ലാ സ്ഥലത്തു നിന്നും ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവർക്ക് സപ്ലൈ ചെയ്തു. ആദിവാസികളും എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും, ആദിവാസികളൊന്നും ശ്രീലങ്കൻ അഭയാർത്ഥികളൊന്നുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഞാനടക്കം എൻ്റെ വീട്ടിലെ എൻ്റെ കൊച്ചുങ്ങൾക്കടക്കം ഉള്ള വസ്ത്രങ്ങൾ, നൂലൻ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഷർട്ടും പിന്നെ അവർക്കുള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി നിർത്തുക, അതിന് സൂട്ടാവുന്ന ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അങ്ങനെ കൊടുത്ത് രക്ഷിച്ചിരുന്ന ഒരവസരമായിരുന്നു. Lindsay Cherian. I was professed in the year 1985. My first appointment was in Devala. I was sent there, and that time we had a building and a plot in Karishola. It was a substation for the Dershola community. They had purchased it for maybe thinking they could have a preschool there or some dispensary and so on. But somehow, after the construction of that building, nothing would take place. So then sisters from Dershola asked the Devala community to take over and to begin some mission there. And then I was sent there. From Devala I used to go. We started with a pastoral visit, visiting the families and some social work, some of the women's empowerment program and so on. The house being, it had to be repaired, and then after repair, we gave for a public purpose to run a post office for the local people there. After that, people asked us whether we could have some nursery school for the small children. Meanwhile, running that is along with it, we thought we could use that house for some residential purpose for the local people or for women. Studying the situation and also in consultation with the local government there from the district of Ooty, the tribal welfare project gave us 2 women's residential program for tribal. It to empower them, to make them aware of the women's right, to have some certain skills for their livelihood and so on. So about 25 women or young girls of tribals, of each 2 batch we could conduct the program for the women. It was a residential program. For each batch was for 6 months. So like that we conducted 2 batches of tribal girls education, and I was in charge of that. I used to stay with them there, and we had a real beautiful homely living and a new experience for tribal girls to come out of their houses and to be joining the mainstream of the society. They got training to be tailors. They learned stitching, cutting and so on, and so they could make certain dresses and so on. Some of them progressed with that and were able to have their own self-employment. Meanwhile, people really insisted that we continue with the LKG and UKG students, because the school was in Devala and in Devashala or in Godalu, which was very far away for the people to send their children. So the small ones, they could send it to us. Began as a small initiative, worked wonders in the lives of the people.